വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുഡിഎഫിന്റെ ഇരട്ടത്താപ്പ് പുറത്തു വന്നതോടെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന നിർണായക രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. വഖഫ് തർക്കത്തിൽ സ്വന്തം അനാസ്ഥയും രാഷ്ട്രീയ നാടകങ്ങളും മറച്ചുവെക്കാൻ വാർത്താ സമ്മേളനം വിളിച്ച് സതീശൻ ഉന്നയിച്ച രണ്ട് പ്രധാന അവകാശവാദങ്ങളും വൻ നുണയാണ് എന്നാണ് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള സർക്കാരും മുസ്ലിം ലീഗും നൽകിയ ഹർജികൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞുവെന്നായിരുന്നു സതീശൻ തട്ടിവിട്ട ഒന്നാമത്തെ കള്ളം. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചായിരുന്നു. ഈ ഹർജികളിൽ സുപ്രീം കോടതി ഇതുവരെ അന്തിമ ഉത്തരവ് നൽകിയിട്ട് പോലുമില്ല. കേസിൽ വാദം കേൾക്കുന്നതിന് മുന്നോടിയായി ഒരു ഇടക്കാല ഉത്തരവ് മാത്രമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കേസ് ഇപ്പോഴും പെൻഡിംഗ് എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ പരമോന്നത കോടതിയുടെ ഉത്തരവിനെ പോലും തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സതീശൻ ശ്രമിച്ചത്. മുൻ പിണറായി സർക്കാർ 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച് ഉത്തരവിറക്കി എന്നതായിരുന്നു സതീശൻ ഉന്നയിച്ച രണ്ടാമത്തെ പച്ചക്കള്ളം. എന്നാൽ 2026 ഫെബ്രുവരി 4 പുറത്തിറങ്ങിയ ബോർഡ് രൂപീകരണ വിജ്ഞാപന രേഖ പരിശോധിച്ചാൽ സതീശന്റെ വാദം പൊളിയും. ഈ വിജ്ഞാപനത്തിൽ അമുസ്ലിം എന്ന ഒരു വാക്ക് പോലും എവിടെയുമില്ല. മറിച്ച് 2 ഒഴിവുകൾ ഒഴിച്ചിടുന്നു എന്ന് മാത്രമാണ് സർക്കാർ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വസ്തുതകൾ ഇതായിരിക്കെ ഉത്തരവിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി മുൻ സർക്കാരിനെ പഴിചാരാനാണ് സതീശൻ മുതിർന്നത്. 2 അംഗത്വം ഒഴിച്ചിട്ട് വഖഫ് ബോർഡ് രൂപീകരിക്കാൻ കഴിയില്ലെന്ന സതീശന്റെ അജ്ഞത നിറഞ്ഞ വാദത്തിന് സ്വന്തം മുന്നണിയിലെ മുസ്ലിം ലീഗ് തന്നെയാണ് മറുപടി കൊടുത്തത്. 2025 നവംബർ 28 വിജ്ഞാപന പ്രകാരം തമിഴ്നാട്ടിൽ വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ 14ാം വകുപ്പ് പ്രകാരമാണെങ്കിലും അമുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരെയും ഉൾപ്പെടുത്തിയിരുന്നില്ല. 3 ഒഴിവുകൾ ഇട്ടുകൊണ്ടാണ് അവിടെ ബോർഡ് നിലവിൽ വന്നത്. തമിഴ്നാട് വഖഫ് ബോർഡിന്റെ നിലവിലെ ചെയർമാൻ മുസ്ലിം ലീഗ് എം പി ആയ നവാസ് കനിയാണ്. ലീഗ് നേതാവ് തന്നെ ചെയർമാനായ അയൽ സംസ്ഥാനത്ത് ഒഴിവുകളിട്ട് ബോർഡ് രൂപീകരിക്കാമെങ്കിൽ കേരളത്തിൽ മാത്രം അത് സാധ്യമല്ലെന്ന് പറയുന്നത് സതീശന്റെ ശുദ്ധ അസംബന്ധവും രാഷ്ട്രീയ തട്ടിപ്പുമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 2 ഒഴിവുകളിട്ട് ബോർഡ് രൂപീകരിക്കാമോ എന്നത് മുൻപ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയും LDF സർക്കാരിന്റെ ശക്തമായ നിയമ പോരാട്ടത്തെ തുടർന്ന് തീർപ്പാക്കപ്പെട്ടതുമാണ്. അന്ന് കോടതിയിൽ LDF സർക്കാർ എടുത്ത കടുത്ത നിലപാടാണ് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റാനുള്ള നീക്കങ്ങളെ തടഞ്ഞു നിർത്തിയത്. എന്നാൽ ഇപ്പോൾ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഷോൺ ജോർജിന്റെ ഹർജിയെ കോടതിയിൽ പിന്തുണച്ചതോടെയാണ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ വഴി തുറന്നത്. സ്വന്തം ഭരണം കൊണ്ട് വഖഫ് ബോർഡിന്റെ സ്വഭാവം മാറ്റാൻ കളമൊരുക്കി കൊടുത്ത ശേഷം പറ്റിപ്പോയി അബദ്ധം മറച്ചുവെക്കാൻ സുപ്രീം കോടതിയെ പോലും തെറ്റായി ചിത്രീകരിച്ച് സതീശൻ നടത്തുന്ന ന്യായീകരണങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ വിലപ്പോവില്ല.